തിരുവനന്തപുരം മാഞ്ഞാലിക്കുളം റോഡിൽ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് സംശയിക്കുന്നത്. അഗ്നിശമന സേന തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. തിരുവനന്തപുരം മാഞ്ഞാലിക്കുളത്താണ് ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, എന്താണ് സംഭവിച്ചത്? വലിയ തീപിടുത്തമാണോ? ഏതെങ്കിലും തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം മറ്റോ ഉണ്ടോ? അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള മാഞ്ഞാലിക്കുളം റോഡിലെ പ്രധാനപ്പെട്ട ഹോട്ടലായ സ്വകാര്യ ഹോട്ടലായ ഹൈലാൻഡ് ഹോട്ടലിൽ ഈ സ്മോക്ക് പൈപ്പിൽ നിന്ന് തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തം ഈ ഹോട്ടലിന് പുറത്തേക്കുള്ള പുകകളിലൂടെ പെട്ടെന്ന് തീയും പുകയും പുറത്തേക്ക് പടരുകയായിരുന്നു. ഇതോടെ ഹോട്ടലിനുള്ളിലേക്ക് പുക പടലങ്ങൾ നിറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ തരത്തിൽ പുറത്തേക്കും പുക പടലങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തീ പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. പുക ഈ ഹോട്ടലിന്റെ പല നിലകളിലായി പുക കെട്ടി നിൽക്കുന്നതാണ് നിലവിൽ അകത്തേക്ക് അഗ്നിശമന സേനാംഗങ്ങൾക്ക് കയറുന്നതിനൊരു തടസ്സമായി നിന്നത്. പക്ഷേ മുഴുവൻ ആളുകളെയും ഹോട്ടലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ താങ്കളുടെ പേരെന്താണ്? ഈ ഹോട്ടലിൽ ജനറൽ മാനേജർ. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ കിച്ചനകത്തുള്ള വേസ്റ്റ് ഓയിൽ സ്മോക്ക് പോകാനുണ്ട്. അതിനകത്ത് എങ്ങനെ സ്പാർക്കിംഗ് ആയി പുറത്താണ് തീരുന്നത്. ബിൽഡിങ്ങിന്റെ വെളിയിൽ ഒരു കുഴപ്പമില്ല. കത്തിച്ചാത്തി അടച്ചു കഴിഞ്ഞു. ഫയർഫോഴ്സൊന്നും ബാക്കി നമ്മുടെ ഇവിടെ തന്നെ ലോക്കൽ ആൾക്കാർ എല്ലാവരും കൂടെ വന്ന് കംപ്ലീറ്റ് അടച്ചു കഴിഞ്ഞു. എല്ലാവരും വെളിയിൽ ഇറക്കി. പിന്നെ വെളിയിൽ നമ്മുടെ ലോക്കൽ ആൾക്കാർ മൊത്തം ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാം ചെയ്തത്. ഓക്കെ, സേഫ് ആണല്ലോ അല്ലേ? സേഫാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ. നിലവിൽ ഈ പുകപടലങ്ങൾ അത് അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അഗ്നിശമന സേന അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുകയാണ്, വെള്ളം പമ്പ് ചെയ്യുകയാണ്. തീ പൂർണ്ണമായി നിലവിൽ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഹോട്ടൽ അധികൃതർ നൽകുന്ന വിവരം. പക്ഷേ വലിയ തരത്തിൽ പുറത്തേക്ക് പുകപടലങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അതാണ് അല്പം ഒരു ആശങ്കയ്ക്ക് വഴിവെച്ചത്. പക്ഷേ നിലവിൽ ആ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ ഈ പുകയും തീയും അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം സജീവമാക്കി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് വരുന്ന സൂചനകൾ. അടുക്കളയുടെ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. ആ ജനറൽ മാനേജർ നമ്മളോട് സംസാരിച്ച അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് അടുക്കള ഭാഗത്തുണ്ടായതാണ്. ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ഡാൻ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇതിപ്പോൾ തീ പൂർണ്ണമായും അണച്ചു എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ വലിയ പുകപടലം കാണാം. ഹോട്ടലിൻ്റെ താഴത്തെ നിലയിലെ അടുക്കളയോട് ചേർന്നാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിൽ അകത്തേക്ക് പുകപടലങ്ങൾ ഉയർന്നിട്ടുണ്ടോ? വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? അകത്തേക്ക് കയറിയാൽ മാത്രമേ ആ കാര്യങ്ങളുടെ ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ ഈ ഹോട്ടൽ അധികൃതരും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും നൽകുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ പറയുന്നതനുസരിച്ച് ഈ പാചക ആവശ്യങ്ങൾക്ക് മറ്റുമായി അടുക്കളയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ പൈപ്പിൽ നിന്ന്, അതായത് സ്മോക്ക് പൈപ്പിൽ നിന്ന് ഈ പുക അല്ലെങ്കിൽ തീ ആളി പടരുകയാണ്. അത് എണ്ണ പോലെയുള്ള എന്തോ ഒരു വസ്തു അവിടെ വെച്ച് കത്തിയതാണ്. അത് പെട്ടെന്ന് അത് തീയും പുകയുമായി പുറത്തേക്ക് വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയായിരുന്നു. ആദ്യം അത് പുറത്തുകൂടി പോയ വഴിയാത്രക്കാരാണ് ആദ്യം ഈ ഹോട്ടൽ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പക്ഷേ അത് പുറത്തിങ്ങനെ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ജീവനക്കാർക്ക് അറിയാവുന്നത് കൊണ്ട് അത് അടുക്കളയിൽ നിന്നുള്ള എന്തോ ഒരു പുകയാണ് എന്ന തരത്തിൽ അവർ ലാഘവത്തോടെ മാത്രമാണ് കണ്ടത്. അതിന് അപ്പുറത്തേക്ക് ഇത്രയും ഗൗരവകരമായ തരത്തിൽ തീയും പുകയും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അവരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് പെട്ടെന്ന് അനിയന്ത്രിതമായി മാറുകയായിരുന്നു. ഉടനടി സ്ഥലത്തേക്ക് ഓടിയെത്തിയ നാട്ടുകാരും സമീപത്ത് നിന്നെത്തിയ ചെങ്കൽച്ചോളയിൽ ഉൾപ്പെടെ എത്തിയ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെ ചേർന്നാണ് ഈ തീ അണച്ചിരിക്കുന്നത്. ആ ദൗത്യം ഏറെക്കുറെ ഈ നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഉദ്യോഗസ്ഥർ മടങ്ങിയെത്തുന്നത്. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ബാക്കി
ബാക്കിയാകുന്നത് ഇതിനകത്തുള്ള ജീവനക്കാരെ അതോടൊപ്പം ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ആളുകളെ അവരെ പൂർണ്ണമായി പുറത്തേക്ക് ഇറക്കുന്ന നടപടികളും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വ്യക്തമായ വിവരങ്ങൾ തന്നെയാണ് അവർ നൽകുന്നത്. ഈ പുകപടലങ്ങൾ അത് പുറത്തേക്ക് ഈ ഹോട്ടലിനുള്ളിൽ കെട്ടിരിക്കുന്ന പുകപടലങ്ങൾ പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി ഈ ഗ്ലാസ് ഡോറുകൾ അടക്കം, അതായത് ഈ ഹോട്ടലിൻ്റെ കവാടത്തിലെ അടക്കം ഗ്ലാസ് ഡോറുകൾ ചില്ലുകൾ അടിച്ചു തകർത്ത് പുകപടലങ്ങൾ പുറത്തേക്ക് വിടുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതാണ് സാഹചര്യം. മറ്റ് ആളപായമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധികളോ ഇല്ല. അഗ്നിശമന സേനയുടെ 4 യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ ഈ തീയും പുകയും അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല എല്ലാവരെയും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. ഒപ്പം വളരെ വേഗം തന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുകപടലങ്ങൾ അവിടെയുണ്ട്. അത് മാറ്റി അകത്തേക്ക് പ്രവേശിക്കുമ്പോഴായിരിക്കും എന്തുമാത്രം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരിക. എന്തായാലും ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം ഇപ്പോൾ അവിടെ ഇല്ല.